എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള ചെറിയ ചെറിയ പണികളാണേ. അപ്പോൾ ഇതാ ഇന്ന് ഞായറാഴ്ചയാണ്. ചിലവരൊക്കെ ചോദിക്കും നമുക്ക് എന്താ വീട്ടിൽ ഇത്ര പണിയെന്നും. വീട്ടിലുള്ളവർ തന്നെ ചോദിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. എത്രയൊക്കെ ചെയ്താലും ലാസ്റ്റ് അവർക്ക് ഒരു കറി വെച്ചതാണോ, അല്ലെങ്കിൽ രാവിലെ ഒരു ആഹാരം ഉണ്ടാക്കിയാണോ, അല്ലെങ്കിൽ ഇത് ചെയ്തതാണോ? പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് അവരാരും അവരൊക്കെ നോക്കുമ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു, ഉച്ചയ്ക്ക് ഒരു കറി അല്ലെങ്കിൽ ഒരു ചോറ്, ഒരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരനോ ഒക്കെ. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു തേങ്ങ പൊതിച്ച് അത് തിരികുന്നതിൽ നിന്നും ആ തിരികിയ പാത്രം കഴുകി വെക്കുന്നതൊക്കെ ഒരു ജോലിയാണെന്ന് അവരൊന്ന് മനസ്സിലാക്കണം. അതൊക്കെ പോട്ടെ, നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ആദ്യത്തെ ജോലി എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്ന് അടുക്കളയിലോട്ട് കയറുവാണേ. കുറേ ദിവസം മുന്നേ മുതൽ എനിക്ക് ഇഡലിയും സാമ്പാറും കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. നിങ്ങൾ കാണുമ്പോൾ എല്ലാം ഞാൻ ഇവിടെ ദോശയോ അപ്പോൾ ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ഇഡലിക്കുട്ടത്തിൻ്റെ ഈ തട്ടുണ്ടല്ലോ, തട്ടങ്ങ് നഷ്ടപ്പെട്ടു പോയി. അപ്പം പിന്നെ ഇഡലി ഉണ്ടാക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഇഡലിക്കൂട്ടം ഇരിക്കുന്നു. അപ്പം ഞാൻ അമ്മ തരുമ്പോൾ 2 ദിവസം കഴിഞ്ഞും കൊണ്ടുതരാം എന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ 2 ദിവസത്തെ കണക്കും പറഞ്ഞ് കുറേ പാത്രങ്ങളും കുറേ സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. ഇതുവർക്ക് വീട്ടിലോട്ട് എത്തിയിട്ടില്ല. എനിക്കാന്ന് പറഞ്ഞ ഉമ്മ പാത്രം തന്നു വിടാൻ കുറച്ച് പാടുപെടും. അതിനൊക്കെ നല്ല ഉമ്മച്ചി വിച്ചുവിനും കിച്ചുവിനും ഒക്കെ ഇഡലി അങ്ങ് തിന്നോളാൻ വയ്യ. അവർ ഇഡലി ഉണ്ടാക്കുമ്പോൾ കഴിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോള് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞ് തന്നോളും. നമ്മളെക്കായും സ്നേഹം ഇപ്പം കൊച്ചുമക്കളുടെ താട്ടോ. പണ്ടൊക്കെ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ പുറകെ നടന്ന് കുറേ മെനക്കെട്ടാലേ എനിക്കൊക്കെ മേടിച്ച് വരുത്തുള്ളായിരുന്നേ. ഇപ്പോൾ ആണെങ്കിൽ കൊച്ചുമക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുച്ചാമ്മ ഇതുപോലല്ല അവരെ കൈ അത് ഇരിപ്പുണ്ടായിരുന്നു, എനിക്ക് മാത്രം ഒന്നുമില്ല, കുറച്ച് സെൻറ്റിയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഇവന്മാർക്കും അറിയാം കേട്ടോ. ചെന്ന് സെൻറ്റി അടിക്കും, പിന്നെ തന്നെ ഉമ്മ മേടിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങളെയൊക്കെ വീട്ടിൽ എങ്ങനെയാ? നമ്മളെക്കായി സ്നേഹം നമ്മുടെ മക്കളടുത്തല്ലേ, നമ്മുടെ ഉമ്മമാർക്കും വാപ്പമാർക്കും അല്ലെങ്കിൽ അച്ഛനും. 3-4 ദിവസം മുന്നേ വാപ്പ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മക്കളുള്ളപ്പോൾ ഒന്ന് വിളിക്കണേ, അങ്ങോട്ട് വരാനാണ്. ഇതിന് മുന്നേ വാപ്പ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവരാരും ഇവിടെ ഇല്ലായിരുന്നു. ഒന്നേ രാവിലെ വെച്ചുവിന് ട്യൂഷന് പോകണം, അത് കഴിഞ്ഞ് വന്നിട്ട് പള്ളിയിൽ പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നേ. അപ്പോഴത്തേക്കും അതല്ല ഇവരിവിടെ നിൽക്കുന്ന ദിവസം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വാപ്പാക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയും കൂടെ കാണുമായിരുന്നു. അപ്പോൾ എനിക്കിന്ന് മനസ്സിലുണ്ടായിരുന്നു ഇന്ന് വാപ്പ വരുമെന്ന്. കാരണം ഇന്ന് ഇവർക്ക് പള്ളിയിലും പോയില്ല ട്യൂഷനും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് ഇഡലി തട്ടിലോട്ട് എണ്ണയൊക്കെ തേച്ച് ഞാനങ്ങ് ഒഴിച്ച് വെച്ച്. ഇന്ന് സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ചൂട് ഇഡലിയും നല്ല അടിപൊളി സാമ്പാർ കറിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാലേ ഞാൻ 3-4 അകത്താക്കും കേട്ടോ. എൻ്റെ മക്കൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്, ഇഡലിയും സാമ്പാറും കൂടെ കഴിക്കാൻ വേണ്ടി. ഇവിടെ ഇക്കാക്ക് മാത്രമേ ഉള്ളൂ ചോറിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലാതെ ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കും കേട്ടോ. സൺഡേ വ്ളോഗും കൂടാണേ. അപ്പം മക്കളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതിൻ്റെ ബഹളവും അടിയൊക്കെ പിന്നിൽ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ട് ഓടിയിടാ, മിണ്ടാതിരിയടാ, അടങ്ങിയിരിക്കടാ, ബഹളം വെക്കാടാന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. ഇവിടെ TV ഇടുന്നതിനും അടിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം വെളിയിറങ്ങി ഫുട്ബോൾ കളിക്കുന്നതിലും തുമ്പി ചെന്ന് വഴക്കുണ്ടാക്കുവേ. തുമ്പി ഇങ്ങനെ ഇരുന്നാലും ഭയങ്കര വഴക്കാളിയായിട്ട് ഇപ്പം മാറുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുതേ പ്ലീസ്. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതിനകത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കുറച്ച് നാളായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് വിടണേ. ഒരാൾക്ക് 3 വട്ടമൊക്കെ ഹൈപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന് ചേതനയില്ലാത്ത കാര്യമല്ലേ, ഒന്ന് ചെയ്ത് താന്നേ. അങ്ങനെ ഇഡലി മാവൊക്കെ കോരി ഒഴിച്ച് അതങ്ങ് വേവിക്കാൻ വെച്ച് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ പെരയും കൂടെ ഒന്ന് തൂത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാത്രവും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് കഴുകി വെച്ച്. പിന്നെ കാപ്പിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഒന്ന് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കരമായിട്ട് അടി നടക്കുവാന്നും. നല്ല പൂ പോലുള്ള ഇഡലി എന്നൊക്കെ പറയത്തില്ല, ഇതാ അതുപോലുള്ള ഇഡലിയാണ്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലതായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട്. ഞാനിവിടെ വീട്ടിലാണ് കേട്ടോ ആട്ടുന്നത്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ തിളച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഇളവാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ വാപ്പതാ ഒരു 70 സാധനമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഉമ്മയുടെ കുറച്ച് തുണികളുണ്ട്, അതൊന്ന് കഴുകിയിട്ട് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വാപ്പ അവിടെ വെക്കും, ഞാൻ ദാ വരുന്നു, കഴിച്ചിട്ടേ പോവാവുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും വാപ്പായും മക്കളും കൂടെ അവിടെ അങ്ങ് ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ കമ്പുമുട്ടായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനും കൂടെ അവിടെ സാമ്പാറിൻ്റെ റെസിപ്പി പറയട്ടെ. ആദ്യം തന്നെ സാമ്പാർ പരിപ്പ് കുക്കറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതുപോലൊന്ന് ഉടച്ച് വെക്കണേ. പിന്നെ നമ്മുടെ വെട്ടി കഷ്ണങ്ങൾ, നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് 2 ചെറിയ തക്കാളി കേട്ടോ ഞാൻ അരച്ച് വെച്ചേക്കുന്നത്, പുളി അല്പം കുറഞ്ഞിരിക്കാൻ വേണ്ടി. അത് മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, കായം, ഉലുവ ശകലേ ചേർത്തിട്ടുള്ളൂ, ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതങ്ങ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാമ്പാറിന് കടുക് വറുത്ത് ഒഴിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ജീരകം ഇട്ടപ്പം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ് ജീരകം ഇടത്തില്ല എന്ന് കേട്ടോ. ഞാനങ്ങ് ഇട്ടതായിരുന്നു, പക്ഷെ നല്ല രുചി ഉണ്ടായിരുന്നു. ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് പലരും ഇടുന്നത്. പിന്നെ ഞാൻ വാപ്പാടെ അടുത്തോട്ട് പോയിരുന്നു കേട്ടോ. വാപ്പാക്ക് എവിടെ പോയാലും മുറുക്കുവേ.
അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എനിക്കായിട്ടൊന്നും കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചാൽ പറയാം നിനക്കും കൂടാന്ന്. പക്ഷേ എനിക്കല്ല. പിന്നെ ബാക്കി 2-3 കൂട്ടമൊക്കെ അവന്മാർ പൊട്ടിച്ച് തിന്നെന്ന് പറയാം കേട്ടോ. മുറുക്കാൻ കിടക്കുന്നതുകൊണ്ട് ആക്കൊന്നും പറയാൻ വയ്യ. ഞാൻ പറയാം വാപ്പ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കാതെ എന്ന് പറഞ്ഞേ. അതിന് ചിരിച്ചുകൊണ്ടൊക്കെ വെളിയിലോട്ട് ഇറങ്ങിപ്പോയതാ. നിങ്ങൾ വിചാരിക്കും ഞങ്ങളങ്ങ് അന്താരാഷ്ട്ര കാര്യം അവിടെ ചർച്ച ചെയ്യുന്നതെന്ന്. പിള്ളേരുടെ കുരുത്തക്കേട് പറയുന്നത് കേട്ടിരുന്ന് ചിരിക്കുന്നേ. അങ്ങനെയൊക്കെയാ പിള്ളേരെന്നും പറഞ്ഞ്. ഞാൻ ചോദിച്ചാൽ പണ്ട് ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ദേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇരുന്ന് ചിരിക്കുവാണേ. ഇത്ര നാളായിട്ടും എൻ്റെ വീട്ടിൽ വാപ്പ ഒരു ദിവസം പോലും നിന്നിട്ടില്ലേ. മുമ്പ് ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. അത് പാലുകാച്ചിയ സമയത്ത് പോലും ഒരു ദിവസം പോലും ഞങ്ങളെ വീട്ടിൽ നിന്നിട്ടില്ല. അങ്ങനെ നിൽക്കത്തതുമില്ല. വാപ്പാക്ക് എപ്പോഴും അവിടെ തന്നെ നിൽക്കണേ. വന്നു കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കത്തതുമില്ല. കുറച്ചു നേരം നിന്നിട്ടങ്ങ് പോകും. മക്കളടുത്ത് സംസാരിച്ച് കളിച്ച് ബഹളമൊക്കെ വെച്ച് TV ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ പറയും വാപ്പ പോവല്ലേ, കുറച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോവാന്ന്. അപ്പം വേണ്ട കഴിച്ചിട്ട് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു തൃപ്തി വരത്തില്ലല്ലോ. അങ്ങനെ തൻ്റെ അടിപൊളി സാമ്പാറാണേ. കടുകും കൂടെ വറുത്ത് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് വെളുത്തുള്ളിയും തല്ലിയിട്ടായിരുന്നേ. അതങ്ങ് പറയാൻ മറന്നുപോയി. അങ്ങനെ വാപ്പാക്കുള്ള ആഹാരമൊക്കെ എടുത്തു കൊടുത്തപ്പോഴത്തേക്കും ഞാൻ തുമ്പിയെടുത്തും കൂടെ വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഇരുന്നങ്ങ് കഴിക്കും. മുമ്പ് ഞങ്ങളുടെ അവിടെ ഒരു തങ്കപ്പെണ്ണെന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു. തങ്കപ്പെണ്ണൻ്റെ കട. അപ്പം അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ദോശയും സാമ്പാറൊക്കെ കഴിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ കുറുകിയ കറിയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഈ മാവൊക്കെ എങ്ങാണ്ട് കലക്കി ഒഴിക്കുന്നതാണ്. ഇപ്പോഴാണ് അതിൻ്റെ ഗുഡൻസ് മനസ്സിലായ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. പിന്നെ വിച്ചുവിൻ്റെ അടുത്തും കിച്ചുവിൻ്റെ അടുത്തും പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവർക്കും എനിക്കും കൂടെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണമായിരുന്നു. പിന്നെ ഞാൻ ഒരു ഇഡലിയും കൂടി ഇട്ട് കൊടുത്തപ്പം വേണ്ടാന്ന് പറയുകയാണ്. ഞാൻ നിർബന്ധിച്ചതങ്ങ് തീറ്റിച്ചേ. അങ്ങനെ അധികം ആഹാരമൊന്നും കഴിക്കത്തില്ല. പ്രത്യേകിച്ച് മറ്റൊരു വീട്ടിൽ നിന്ന് കഴിക്കത്തേ ഇല്ല. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് കുറച്ചൊക്കെ കഴിക്കുക. അവന്മാർ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിച്ചുവിനും കൂടി ഇഡലി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഡലിയുള്ള ഇഷ്ടമുള്ള ആൾ കിച്ചു ആട്ടോ. വിച്ചുവിന് പിന്നെ ഇഡലി ആയാലും ദോശയായാലും അങ്ങനെ ഫേവറേറ്റ് ഒന്നും. പിന്നെ അവന് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറി വേണം. അത് പുളിയമോളം തന്നെ വേണം. അല്ലെങ്കിൽ മീൻകറിയേക്കാളും കുറച്ചും കൂടി ഇഷ്ടം പുളിയമോളമാണ് കേട്ടോ. മീൻകറി ആയാലും കഴിക്കും. ഒഴിച്ചുകറി ഇല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ. അപ്പോഴത്തേക്കും വാപ്പ ദാ പോവാൻ വേണ്ടി നിന്ന്. അപ്പോൾ തുമ്പിയാണെങ്കിൽ കൂടെ വരുമോ ഉപ്പ ഞാനും വരുന്നത്. ഞാനും പൊക്കോട്ടെ ഉമ്മീന്നും പറഞ്ഞ് നിൽക്കുകയാണേ. ഞങ്ങളെ വാപ്പയുടെ സൈക്കിളാണ് കേട്ടോ. പണ്ട് ഞങ്ങൾ ഒരുപാട് പോയ സൈക്കിളാണ് ഇത്. അങ്ങ് ചെല്ലുന്നവരെ എനിക്ക് ഭയങ്കര ആദ്യമാണ്. അങ്ങ് ചെല്ലുമ്പോൾ ഉടനെ വിളിക്കണേ വാപ്പാന്നും പറഞ്ഞ കേട്ടോ വിടുന്നത്. ഇത് കുരുമുളകാണ്, ഇത് മുളക് പൊടി, ഇത് മഞ്ഞപ്പൊടി. മീൻ പൊരിക്ക് ഇതൊക്കെ ഇടുന്നല്ലേ? മഞ്ഞപ്പൊടി. പിന്നെ എന്തോ ഇടുന്ന? ഉപ്പ് ഇടത്തില്ലേ? ഉപ്പ്. ഇതെന്തോ അടുപ്പാണോ? പണ്ട് ഞങ്ങൾ ഇങ്ങനെ കളിക്കുമായിരുന്നു. നല്ല വെയില്. മോള് പിന്നെ കളിക്കാം, ഉച്ച കഴിഞ്ഞ് കളിക്കാം. ഗേസ് അപ്പൊ ഇതാണ് തുമ്പയുടെ അടുപ്പും ചട്ടിയും. ഗേസ് ഇക്ക എണീറ്റ് വന്നിട്ടുണ്ട്. ഇക്കാക്ക് പനിയാണ് ഗേസ്. ഇക്കാക്കുള്ള കടുങ്കാപ്പിയൊക്കെ ആദ്യം ഇട്ട് കൊടുത്തു കേട്ടോ. കടുങ്കാപ്പി ഇടാൻ നേരത്തേക്ക് ഞാൻ വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ കാപ്പിപ്പൊടി ഇട്ടെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഇടങ്ങേറെടുത്ത് ഇരുന്നേ. പിന്നെ പോയി കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. വേളാപ്പാര മീനാണ്. ഈ മീനാണെങ്കിൽ തേങ്ങ അരച്ച് കറി വെക്കുന്ന അത്ര രുചിയൊന്നും കാണത്തില്ല. അതിനേക്കാൾ നല്ലത് നമ്മൾ മുളകും പുളി ഇട്ട് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ ഇതാ നല്ല അലുവ കഷ്ണം കണക്കിരിക്കുന്ന മീനായിരുന്നു. നല്ല മാംസം ഉണ്ടായിരുന്നു. കുറച്ചെടുത്തങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ച് കുറച്ചങ്ങ് കറിയും വെക്കാമെന്നങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി കുറച്ച് സവാളയാണ് കേട്ടോ അരിയുന്നത്. അപ്പം നമ്മൾ ഈ നാളത്തേക്ക് വെക്കുന്നില്ലല്ലോ. നാളത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുള്ളി തന്നെ അങ്ങ് അരിഞ്ഞെടുക്കണം. ഞാൻ സവാളയും ഒരു തക്കാളിയും പിന്നെ 2-3 പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ അങ്ങ് അരിഞ്ഞു മാറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുടംപുളി ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഞാൻ മീൻ കറിയൊക്കെ വെക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് പോയി കാണണേ. പിന്നെ ഒന്ന് പറഞ്ഞ് മറക്കല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. ഉച്ചക്കലത്തേക്ക് പണിയായേ. ഞാനൊന്ന് ഇരുന്നിട്ട് കൂടിയില്ല, ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഈ കമൻ്റ് ഇടുന്നവരൊക്കെ ചോദിക്കത്തില്ലേ നിങ്ങൾക്ക് വേറെ പണിയില്ലേന്ന്. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പണി. ഈ നമ്മൾ ചെയ്യുന്ന പണികൾ നമ്മളത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇരട്ടിയായിട്ട് ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ഷൂട്ട് ചെയ്ത് എടുക്കുന്നതാണേ. അപ്പം ചോദിക്കും നിനക്ക് വേറെ ജോലിയില്ലേ, യൂട്യൂബിൽ വീഡിയോ ഇടാൻ നിൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു എന്ന്. ഞാനൊരു ജോലിയായിട്ട് തന്നെ ഇത് കാണുവാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ജോലി ഞാൻ ഇതൊക്കെ ചതച്ച് വെച്ചപ്പോഴത്തേക്കും ഞാൻ ചട്ടി അങ്ങോട്ട് അടുപ്പയിലോട്ട് വെച്ച് ഇതിനകത്തോട്ട് കടുകും ഉലുവയും പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള തക്കാളി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വാട്ടി കൊടുത്തതിന് ശേഷം ഞാനൊരു ഖദീജയുടെ ഒരു മിക്സ് പൗഡറാണ് കേട്ടോ കറിക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്നതാ. ഖദീജ ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പേജാണ്. നിങ്ങളൊന്ന് കയറി നോക്കിയാൽ അറിയാം. അവരുടെ കയ്യിൽ പലവിധ പ്രൊഡക്റ്റുകളും ഉണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണേ. മീൻകറി ഉണ്ടാക്കുന്നത്, ഫ്രൈ ചെയ്യുന്നത്, ബിരിയാണി വെക്കുന്നത്.
ചിക്കൻ കറി, ചിക്കൻ സുക്ക എന്ന് വേണ്ട എല്ലാം ഉണ്ട്. അങ്ങനെ മീൻ ഫ്രൈയും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ചിനുള്ള എല്ലാം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത് തലേന്ന് കുറച്ച് ചോറുള്ളത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഊറ്റുകയും കൂടെ വേണമായിരുന്നു. സമയത്തിന് ഊറ്റുമ്പോഴാട്ടോ അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. ഫ്രിഡ്ജ് വെച്ചുകൊണ്ട് അതിൻ്റെ ആ തണുപ്പൊക്കെ ആ പാത്രത്തിലോട്ട് ഇറങ്ങി വെച്ചേക്കുന്നത്. നല്ല മീൻ കറി ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.